ഗാന്ധിഭവൻ സ്നേഹഭവൻ അശരണരുടെ പ്രത്യാശാഭവൻ. ഗാന്ധിഭവൻ സ്നേഹഭവൻ അശരണരുടെ പ്രത്യാശാഭവൻ. ജീവിതയോധനത്തിൽ മുന്നേറുവാൻ പ്രാർത്ഥന ആയുധമാക്കി നാം മാറ്റണം. ജീവിതയോധനത്തിൽ മുന്നേറുവാൻ പ്രാർത്ഥന ആയുധമാക്കി നാം മാറ്റണം. ബ്രഹ്മത്തെ നമ്മൾക്കറിയണമെങ്കിൽ ധർമ്മത്തിലൂടെ ചരിക്കാൻ പഠിക്കണം. ബ്രഹ്മത്തെ നമ്മൾക്കറിയണമെങ്കിൽ ധർമ്മത്തിലൂടെ ചരിക്കാൻ പഠിക്കണം. ഗാന്ധിഭവൻ സ്നേഹഭവൻ അശരണരുടെ പ്രത്യാശാഭവൻ. ഗാന്ധിഭവൻ സ്നേഹഭവൻ അശരണരുടെ പ്രത്യാശാഭവൻ. ആത്മീയതയുടെ പിൻബലമുണ്ടെങ്കിൽ തിന്മകളെ അതിജീവിച്ചു മുന്നേറാം. ആത്മീയതയുടെ പിൻബലമുണ്ടെങ്കിൽ തിന്മകളെ അതിജീവിച്ചു മുന്നേറാം. സ്നേഹവും ത്യാഗവും ഉള്ളിൽ നിറച്ചിനി ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം. സ്നേഹവും ത്യാഗവും ഉള്ളിൽ നിറച്ചിനി ഈ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മളോരോ ദീപമായി തെളിയണം, ചുറ്റും പ്രകാശപൂരിതമാക്കണം. നമ്മളോരോ ദീപമായി തെളിയണം, ചുറ്റും പ്രകാശപൂരിതമാക്കണം. നന്മതൻ പൊൻകിരണങ്ങളാലെന്നും നമ്മളെ സർവേശ്വരൻ നയിക്കട്ടെ. നമ്മളെ സർവേശ്വരൻ നയിക്കട്ടെ. ഗാന്ധിഭവൻ സ്നേഹഭവൻ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇതര സംഘടനയാണ് ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ്. 2002 സ്ഥാപിതമായ ഈ സംഘടന ലിംഗഭേദം, പ്രായം, ആരോഗ്യസ്ഥിതി, മതം, ജാതി എന്നിവ പരിഗണിക്കാതെ നിരാലംബരായ വ്യക്തികളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. 1500-ലധികം അന്തേവാസികളുള്ള ഈ ഗാന്ധിഭവൻ ട്രസ്റ്റിന്റെ സ്ഥാപകൻ ഡോക്ടർ പുനലൂർ സോമരാജനാണ്. കൈക്കുഞ്ഞുങ്ങൾക്കായി ഡേ കെയർ സെന്റർ, നിർധനരായ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് ഹോം, സെറിബ്രൽ പാൾസി, ഓട്ടിസം, മറ്റു തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂൾ, പുരുഷന്മാർക്കുള്ള വൃദ്ധസദനം, കിടപ്പിലായ മുതിർന്ന പൗരന്മാർക്ക് ജീവകാരുണ്യ മന്ദിരം, സമ്പൂർണ്ണ ഡി അഡിക്ഷൻ സെന്റർ, സ്ത്രീകൾക്കുള്ള പാലിയേറ്റീവ് കെയർ ഹോം, സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയകേന്ദ്രമായി ജില്ലാ ഷെൽട്ടർ ഹോം തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ട്രസ്റ്റ് നടത്തുന്നു. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കല്ലട നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗാന്ധിഭവൻ 2002 തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പുനലൂർ സോമരാജൻ ആരംഭിച്ച ഈ NGO ഗാന്ധിയൻ ചിന്തകളുടെ ദർശനങ്ങളും തത്വങ്ങളും പഠിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലുമായിരുന്നു ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഒരു സംഭവം അതിന്റെ ലക്ഷ്യം തന്നെ മാറ്റിമറിച്ചു.
അമ്മയെ നഷ്ടപ്പെട്ട ഒരാളെന്ന നിലയിൽ മറ്റൊരു വൃദ്ധയായ സ്ത്രീ ഒറ്റപ്പെട്ട് വഴിയിൽ ജീവിക്കുന്നത് കാണുന്നത് സാമൂഹ്യ പ്രവർത്തകനായ പുനലൂർ സോമരാജനെ ആഴത്തിൽ സ്വാധീനിച്ചു. തുടർന്നാണ് അശരണർക്ക് ഒരാലയം എന്ന രീതിയിൽ ഗാന്ധിഭവനെ മാറ്റാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. പാറുക്കുട്ടിയമ്മ എന്ന ആ അമ്മയാണ് അദ്ദേഹം ആരംഭിച്ച ഗാന്ധിഭവനിലെ ആദ്യത്തെ അന്തേവാസി. 2002 ഡോക്ടർ സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്ത ഗാന്ധിഭവനിലേക്ക് മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിന്റെ സന്ദർശനം ഒരു സ്വപ്ന സാഫല്യമായി കരുതുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കൂട്ടുകുടുംബത്തിന്റെ നാഥനായ ശ്രീ പുനലൂർ സോമരാജൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര ജീവകാരുണ്യ കൂട്ടുകുടുംബമായി 1300-ലധികം അന്തേവാസികൾ ഇവിടെ വസിക്കുന്നു. കൈക്കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെയുള്ളവർ. അതിൽ 300ഓളം പേർ കിടപ്പ് രോഗികൾ, അതിലേറെ മാറാരോഗികൾ, HIV ക്യാൻസർ ബാധിതർ, അന്യസംസ്ഥാനക്കാരും ഇക്കൂട്ടത്തിലുണ്ട്. ഇന്ത്യയുടെ ഒരു കൊച്ചു പരിച്ഛേദമായി നിലകൊള്ളുന്ന ഗാന്ധിഭവൻ ഇന്ന് സാമൂഹ്യ സേവനം പഠിക്കുന്നവരുടെ ഒരു പഠന ഗവേഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. നമസ്കാരം. എന്താ പേര്? രാജേഷ്. രാജേഷ്. ഇവിടെ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് 7 മാസം. 7 മാസം. എവിടെ ആയിരുന്നു വീട്? എവിടെയായിരുന്നു? പത്തനംതിട്ടയിൽ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇവിടുത്തെ എന്നെ അസുഖമായിട്ട് ഇവിടെ പെങ്ങൾ കൊണ്ടാക്കി. അസുഖമായിട്ട്? എന്താ അസുഖം? മാനസിക മെൻ്റൽ. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടാക്കിയതാണല്ലേ. അപ്പൊ ഇവിടെ എത്തി. ഇവിടെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ കാണുന്നില്ലേ അല്ലേ? അപ്പൊ ഇപ്പൊ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. താങ്ക് യു. പേരെന്താ? വിനീത്. വിനീത് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? 10 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിട്ടുണ്ടാവില്ലേ അല്ലേ? ഇവിടെ ഇപ്പൊ ഇഷ്ടായോ? ഇവിടെ ഇപ്പൊ കൊറേ ഫ്രണ്ട്സ് ഇല്ലേ? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഇവിടുത്തെ? ഇതാണോ ബെസ്റ്റ് ഫ്രണ്ട്? ഫ്രണ്ടിന്റെ പേര്? നിങ്ങൾ രണ്ടും? ഓ, നിങ്ങൾ രണ്ടുപേരും ആണോ ബെസ്റ്റ് ഫ്രണ്ട്സ്? എന്താ പേരെന്താ ഫ്രണ്ടിന്റെ? പേരെന്താ? പേരറിയില്ലേ? നിസാമുദ്ദീൻ. എവിടുന്നാ വരുന്നേ? ഞങ്ങള് വർക്കല. കണ്ണോക്കോലിന് ചേച്ചിക്ക് അറിയാൻ എനിക്കറിയില്ല. അങ്ങനെ കണ്ണോക്കോലിന് മദ്രസ ഉണ്ട്, കണ്ണോക്കോലുണ്ട്, ശിവഗിരി ഹൈസ്കൂൾ ഇവിടെ അല്ലേ, കോളേജുണ്ട്, സ്കൂളുണ്ട്. അവിടുന്നാ വരുന്നേ. അപ്പൊ ഇവിടെ അത്ര അങ്ങും പോണ്ട, അവിടെ താമസിച്ചോണ്ടിരുന്നത്.
മദർ ഫാദറെല്ലാം മരിച്ചുപോയി. ഉമ്മയും വാപ്പയും മരിച്ചുപോയി. ഉമ്മയും വാപ്പയും മരിച്ചുപോയി. അതിനുശേഷം വലിയ ഒരു പ്രയാസം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തു. അതിനുശേഷം എന്നെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് 10 കൊല്ലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നാക്കിയതിനു ശേഷം 4 വർഷമാണ് ഇവിടെ വന്നിട്ട്. 4 വർഷമായി. 4 വർഷം. ചിറ്റമ്മനെ പോലെയാണ്. ആര്? ഗഫൂർ. ആര്? അദ്ദേഹത്തിന്റെ മൂത്താണ് മരിച്ചുപോയി. പേര് വിനീതല്ലേ? കോവിലാണ്. ഓ, കോവിലാണ് അദ്ദേഹം. ആണോ? പള്ളിയിലും എല്ലാം പോകും. ഓക്കെ, താങ്ക് യു. അമ്മൂമ്മയുടെ പേരെന്താ? രാജമ്മ. ഇതെന്താ? ഇതിലെന്താ? ഇത് ബിസ്ക്കറ്റ്. കടിച്ചായ കുടിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കും. വാങ്ങിക്കാൻ പോയതാ ഇപ്പൊ? ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 1.5 വർഷമായി. 1.5 വർഷമായി. എവിടെയായിരുന്നു വീട്? എവിടെയായിരുന്നു? പുനലൂർ. ഈ സെക്രട്ടറി സാറിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ, 1 കിലോമീറ്ററിന്റെ അകലമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെയാ വന്നത്? ഇവിടെ വന്നത് എന്റെ ഭർത്താവ് മരിച്ചുപോയി. 8 വർഷമായി. പിന്നെ മക്കളില്ല. പിന്നെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ വന്നു അല്ലേ? ഇപ്പൊ ഇവിടെ ഒരുപാട് മക്കളെ കിട്ടിയില്ലേ അല്ലേ? ഒരുപാട് ആൾക്കാരായില്ലേ? സന്തോഷാണോ? സന്തോഷം ഉണ്ടെന്ന് ഇല്ലെന്നും ഒക്കെ പറയാം. ഞാൻ എൻ്റെ ഇടയ്ക്ക് വീട്ടിലൊക്കെ പോവോ? ആങ്ങളയുടെ മോൻ വരും, കൊണ്ടുപോകാൻ വരുമോ? അപ്പൊ പോയി 2-3 ദിവസമൊക്കെ നിന്നേച്ച് ഇങ്ങോട്ട് വരും. വീടൊന്നും ഇല്ല ഇനി അവിടെ. വീടൊക്കെ വിറ്റു. ഇച്ചിരി സ്ഥലവും വീടും ഉണ്ടായിരുന്നു, അത് വിറ്റ് ഇവിടെയാണ് കൊടുത്തു. ഈ വീടില്ല, പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തിന്? അതുകൊണ്ട് ഞാൻ 2-3 ദിവസമൊക്കെ നിന്നേച്ച് ഇനി പോരും. ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല, കൊണ്ടുവരാൻ സമയമായില്ല. 4 മണിയാകുമ്പോൾ കൊണ്ടുവരും. ഓക്കെ, ശരി അമ്മ. ചന്ദ്രമോഹൻ സാർ ഡബ്ബിംഗ് മേഖലയിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നിന്നും ഈ സ്നേഹഗ്രാമം, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ നിന്ന് ഇവിടത്തേക്കൊരു മാറ്റം, അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഒരു 6 വർഷത്തിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ഡബ്ബിങ് അന്ന് TV സീരീസാണ് കൂടുതൽ, പടങ്ങളെല്ലാം കുറഞ്ഞു വരുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനും എൻ്റെ അമ്മയും വളരെ വളരെ ക്ലോസാണ്. അമ്മ അറിയാമായിരിക്കും, TP രാധാമണി എന്നത് ആകാശവാണി. അമ്മയുടെ മരണം സംഭവിക്കുന്നു. അതിനെ തുടർന്ന് തന്നെ വൈഫിന് ക്യാൻസറാവുന്നു, ബ്രെയിൻ ക്യാൻസറായി. അത് 3 മാസമായി നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പ് അതിനെ സംഭവിച്ചു. എല്ലാം കൂടെ ആയപ്പം പിന്നെ അവിടെ നിൽക്കണമെന്നുള്ള ഒരു തോന്നലില്ല. ഞാൻ നേരെ വന്നു ഗാന്ധി ഭവനിൽ വന്ന് അങ്ങനെ സെറ്റിലായി. 6 വർഷം കഴിഞ്ഞു ഇവിടെ എത്തിയിട്ട്. ഇവിടുത്തെ അന്തരീക്ഷവും എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത്ര വർഷം ഇവിടെ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരു ചുമതല ഏറ്റെടുക്കാനായിട്ട് തയ്യാറായതിനെ പറ്റി പറയും. അല്ല, അത് ഇവിടെ ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു. ഇത് പഞ്ചായത്താണ്. അപ്പോൾ ഇതിന് വർഷാവർഷം ഇലക്ഷനുണ്ട്. ഇലക്ഷനിൽ
ആദ്യത്തെ വർഷം തന്നെ ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു. അത് എല്ലാവരും കൂടെ നിർബന്ധിച്ച് നിർത്തിയാണ്. പക്ഷെ അങ്ങനെ ജയിച്ചു. അത് കഴിഞ്ഞ് ഇതുവരെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്. ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ഓരോ ആൾക്കാരെയും ഏത് രീതിയിലാണ് നോക്കി കാണുന്നത് എന്നുള്ള ഒരു ഇതില്ലേ, അതായത് അവർക്ക് ആവശ്യത്തിനുള്ള സ്നേഹവും സഹകരണവും ഒക്കെ കിട്ടുന്നത് കൊണ്ടാണല്ലോ. അതെ, ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പഞ്ചായത്ത് വരിക, പഞ്ചായത്തിൽ വന്നിട്ട് ഇവിടെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മാത്രമേ സാറിൻ്റെ അടുത്ത് പോകാവൂ എന്നൊരു നിയമമുണ്ട്. ഇവിടുത്തെ അന്തേവാസികളുടെ പ്രശ്നങ്ങൾ അപ്പം നമ്മൾ മിക്കവാറും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് പറ്റാത്ത എന്തെങ്കിലും വന്നാൽ സാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഈ പഞ്ചായത്തിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ വന്നാൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പുള്ളി തന്നെ ഇടപെട്ട് ഡീൽ ചെയ്തോളും. നമ്മൾ അറിയണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഏത് തരത്തിലുള്ളത് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഫുഡിൻ്റെ പ്രശ്നം, മെഡിസിൻ്റെ പ്രശ്നം, അങ്ങനെ ഓരോ ഇതുണ്ട്. അതിനൊക്കെ അവരിവിടെ വന്ന് പരാതി പറയും. അതിൽ നമ്മളത് പരിഹരിക്കണം. ഞങ്ങൾക്കൊരു 10 മെമ്പേഴ്സുണ്ട്. 10 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇലക്ഷൻ പോലെ തന്നെ പാർട്ടി ഇല്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അത് തന്നെയാണ്. ഇലക്ഷനിൽ ജയിച്ചാണ് വരേണ്ടത്. അങ്ങനെ 10 പേരുണ്ട്. ഈ 10 പേർക്ക് ഓരോ വാർഡിൻ്റെയും ചുമതലയുണ്ട്. ഇവിടെ 10 വാർഡുണ്ട്. ഈ 10 വാർഡിലെ ഓരോ വാർഡും നോക്കുന്നത് അവരാണ്. അങ്ങനെ അത് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു, പ്രശ്നമൊന്നുമില്ലാതെ. ഈ ഒരു സ്നേഹഗ്രാമം എന്നുള്ള പേര് അത് സെക്രട്ടറി സാറിൻ്റെ മിക്ക ഇതിലും ഒരു സ്നേഹ ഉണ്ടാവും. ഉണ്ടാവും. സ്നേഹഗ്രാമം എല്ലാം മിക്കവാറും ഒരു കുഞ്ഞ് ജനിച്ചത് തന്നെ സ്നേഹഗംഗ. അങ്ങനെ എല്ലാത്തിലും പുള്ളിയുടെ അഭിപ്രായം കൂടെയാണ്. പുള്ളിയാണ് അത് പറയാനൊക്കില്ല. അതെങ്ങനെയാണ് വാക്കുകൾ പോരാതെ വരും. സത്യം. ഇപ്പോ ഇവിടെ ഒരുപാട് അന്തേവാസികൾ ഉണ്ടല്ലോ. അപ്പൊ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ ആൾക്കാരെ പറ്റിയിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. ആദ്യത്തെ വർഷമൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇപ്പൊ എനിക്ക് പരിപൂർണമായിട്ടും അറിയാം ഓരോ ആൾക്കാരെ കുറിച്ച്. അപ്പൊ ഇവിടെ എത്ര അന്തേവാസികളുണ്ട് ഇപ്പോ? 1300. ഇവിടെ താഴെയുണ്ട്. അവിടെ ഒരു 250ഓളം അന്തേവാസികളുണ്ട്. അങ്ങനെ 1500-നകത്ത് എല്ലാം കൂടെ. പിന്നെ ബാക്കി ഒരു 300 സ്റ്റാഫുണ്ട്. ഇതിലെ ഈ 1000 എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരുണ്ട്. മാനസികമായിട്ടും ഉള്ളവരുണ്ട്. അല്ലാതെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ളവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള HIV പേഷ്യൻസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവിടെ ഇപ്പോ ഈ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ എന്ന് വരെ പറഞ്ഞല്ലോ. അതായത് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്. ചിലർക്ക് ഇവിടെ വന്ന് ഗർഭിണിയായിട്ട് ഇവിടെ വന്ന് പ്രസവിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട്. അങ്ങനെ ആകുമ്പോ അമ്മയെയും കുഞ്ഞിനെയും ഏറ്റെടുക്കും. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അമ്മയും കുഞ്ഞുമായിട്ട് തന്നെ. ഒരു അനുഭവമാണത്. ഓരോ ആൾക്കാരും കേൾക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ശ്രമിക്കാറുണ്ട്. ഇവിടെ വന്ന് ചിലരിവിടെ വന്ന് കഥകളങ്ങ് പറയും. കേട്ടുകളെ പറ്റി കേട്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതല്ല, അവരിലേക്ക് നടന്ന് അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെ കേൾക്കും. അതെ, തീർച്ചയായിട്ടും. അവരിൽ ഒരാളായിട്ടാണല്ലോ നമ്മള് നിൽക്കുന്നത്. അതെ, ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും, ഇതിന്റെ തന്നെ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും ഓരോ ആൾക്കാരും വന്ന് പാട്ട് പാടുന്നു, ഓരോ സംസാരിക്കുന്നു. നേരത്തെ ഒരാൾ വന്ന് പറഞ്ഞു ഒരു സെൽഫി എടുക്കുവോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോ ഒരു സന്തോഷമല്ലേ? സന്തോഷമാണ്, തീർച്ചയായിട്ടും. ഇവിടെ നിന്ന് അത്രയും സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സെക്രട്ടറിയുടെ പെരുമാറ്റവും അങ്ങനെയാണ്. പുള്ളിക്ക് പിന്നെ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ജീവനാണ്. അതുകൂടെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അതെവിടെ ഇങ്ങനെ തുടരണമെങ്കിൽ അതിനൊരു പ്രേരണ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 42 വർഷത്തോളം ചെന്നൈയിലായിരുന്നു.
ഡബിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ശങ്കറിന് ഏറ്റവും കൂടുതൽ ഡബ് ചെയ്തിട്ടുള്ളത്. ശങ്കറിന് 178 പടം, 178 ശങ്കറിന്. പിന്നെ റഹ്മാൻ, സുരേഷ് ഗോപിക്ക് ന്യൂഡൽഹി വരയ്ക്കും ഉള്ള എല്ലാ പടങ്ങളും. പിന്നെ ഒരു രാജ്കുമാർ അറിയാമോ? രാജ്കുമാർ, രവീന്ദ്രൻ, ഇവർക്കൊക്കെ സാറാണ് ഡബ് ചെയ്തത്. ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും ഡബിംഗ് മേഖലയിൽ സജീവമായിട്ട് ഇല്ല. ഞാൻ എറണാകുളത്ത് പോയിട്ട് ഒരു പടം ചെയ്തു, ശങ്കറിന്റെ തന്നെ. പിന്നെ അങ്ങോട്ട് ശങ്കറിനും പടങ്ങൾ കുറഞ്ഞു. എന്റെ ആർട്ടിസ്റ്റുകളെല്ലാം ഇതായി. ശങ്കർ എന്ന ആ ഒരു നടൻ ഈ ഒരു ശബ്ദത്തിൽ തന്നെയാണോ ഇപ്പൊ ഉള്ള സിനിമയിൽ പോലും സാർ തന്നെയാണോ ഡബ് ചെയ്യുന്നത്? ഇപ്പൊ ചെയ്തിട്ടില്ല ഞാൻ. ഇപ്പം പുള്ളിയുടെ പടങ്ങൾ കുറവാണല്ലോ. ഈ പടമാണ് അവസാനം ചെയ്തത്, പൃഥ്വിരാജും ശങ്കറുമായിട്ടുള്ളൊരു പടം. എനിക്ക് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എറണാകുളത്ത് വന്ന് ചെയ്തത്. അതിനുശേഷം ഞാൻ ചെയ്തിട്ടില്ല. ദേവന്റെയൊക്കെ വോയിസ് ഞാനായിരുന്നു ആദ്യകാലങ്ങൾ തൊട്ട്. ഒത്തിരി പടങ്ങൾ. വൈഫും ഡബിങ് ആർട്ടിസ്റ്റാണ്, അറിയാമായിരിക്കും. അമ്പിളി എന്ന് പറയും. മോൻഷയുടെ ഒക്കെ വോയിസ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോ വിഷമമുണ്ടോ? എനിക്ക് അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. ആവശ്യത്തിന് ചെയ്തു കഴിഞ്ഞു എന്നൊരു തോന്നലേ ഉള്ളൂ. അല്ലാതെ വിഷമമായിട്ടൊന്നുമില്ല. ആ ഓർമ്മകളൊക്കെ എന്താണ് തോന്നുന്നത്? അതുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ആ കാലം തീർച്ചയായിട്ടും അത് വരില്ല, നമുക്കറിയാം. എന്നാലും ഒരു ഉണ്ട്. സന്തോഷവാനാണ്. സന്തോഷം. ഒരു തീർച്ചയായിട്ടും സന്തോഷത്തിന് ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ, നമ്മളെ ഇതായിട്ട് പരിഗണിക്കുന്നവരുള്ളതുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അല്ല, ഒരു ഇതായിട്ട് പെരുമാറുന്നവരാണെങ്കിൽ നമ്മൾ നിൽക്കാൻ പറ്റില്ലല്ലോ. ആര് നിർബന്ധിച്ചാലും നമുക്ക് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോലും നിൽക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഈ അന്തേവാസികൾക്ക് ഉണ്ടാവില്ലേ, അവർക്കും നമ്മളൊരു തണലാകുമ്പോഴല്ലേ തീർച്ചയായിട്ടും അവർക്കും ഇവിടെ നിൽക്കാനായിട്ട് പറ്റുക. അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു താങ്ങായിട്ടും തണലായിട്ടും ഒക്കെ ആൾക്കാരുണ്ടാവുമ്പോഴേ. ചില സങ്കടങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് സഹിക്കില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സ്നേഹഗ്രാമം പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ആണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. പേര് പറയോ? എൻ്റെ പേര് ബിൻസി മാത്യു. സ്ഥലം തിരുവല്ല ഡിസ്ട്രിക്ട്. ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അതൊക്കെ ഒന്ന് പറയോ? ഇവിടെ 7 വർഷമായി ഞാൻ വന്നിട്ട്. ഞാൻ ആദ്യം പഠിച്ചത് UP-യിലാണ്. എൻ്റെ ഫാമിലി മൊത്തം അവിടെ ആയിരുന്നു. എല്ലാവരും ഉത്തർപ്രദേശ്? എൻ്റെ ഫാദറും മദറും എല്ലാം. ഞാൻ പഠിച്ചത് അവിടെ, +2 കഴിഞ്ഞതോടെ. കല്യാണവും എൻ്റെ അവിടെയാണ് കഴിഞ്ഞ് ഹസ്ബൻഡ് ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയപ്പോൾ ഡെത്തായി എനിക്ക്. കുട്ടി 5ാം ക്ലാസ് വരെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പഠിപ്പിച്ചു. പക്ഷെ പിന്നെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടായി. ഒറ്റയ്ക്ക് പെൺകുട്ടിയല്ലേ, വടക്കേണ്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആങ്ങളൊക്കെ സ്വല്പം ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാനിവിടെ ഒരു KP യോഹന്നാൻ്റെ മഞ്ഞാടിയിലുണ്ടല്ലോ, അവിടെ വന്ന് അവരോട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആ സ്ഥാപനം ഇപ്പം ഇല്ല, അങ്ങനെ ഇവരുടെ അഡ്രസ്സ് ഒന്ന് പത്തനാപുരം ഗാന്ധി ഭവൻ്റെ. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടുത്തെ അന്തേവാസികൾ എല്ലാവരുമായിട്ടും ആദ്യം മിങ്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ കഴിഞ്ഞാണ് ഇങ്ങനെ വന്ന് ഉള്ളൊരു വിഷമവും ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ വീട്, കുടുംബം അതൊക്കെ ഓർത്തു പോയിട്ടുണ്ടാവും. മോക്ക് ഭയങ്കര ഇതായിരുന്നു, ഇവിടെ ഇഷ്ടമായി. മോക്ക് അങ്ങോട്ട് വന്ന ഉടനെ മലയാളം അറിയില്ല, ഹിന്ദി ആയിരുന്നു. അവള് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ ഇതാക്കി. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് അവൾ. ഇപ്പം +2 പഠിക്കുന്നു. ഇവിടെ ഗാന്ധി ഭവൻ തന്നെയാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? ഇപ്പൊ സന്തോഷാണോ? പഞ്ചായത്തിൻ്റെത്. പിന്നെ എനിക്ക് ഞാൻ തയ്യൽ കൊണ്ട് സ്വന്തമായിട്ട് അത് ഞാൻ റൂമിൽ ഇരുന്ന് ചെയ്യും.
അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുവാണോ ചെയ്യുന്നത്? സ്റ്റാഫിനും ഇൻമേറ്റ്സിനും എല്ലാവർക്കും. പിന്നെ നമ്മുടെ പ്രസന്നമ്മ മിക്കവാറും ഒട്ടുമിക്കവാറും ഒക്കെ എനിക്കാണ് തരുന്നത്, സ്റ്റിച്ച് ചെയ്യാൻ തരുന്നത്. താങ്ക് യു സോ മച്ച്. അമ്മൂമ്മയുടെ പേരെന്താ? പങ്കജാക്ഷി അപ്പായി. അമ്മൂമ്മയുടെ വീട് എവിടെയായിരുന്നു? കട്ടപ്പന. അവിടെ കട്ടപ്പന. ഓക്കെ. അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ ഇപ്പൊ വന്നിട്ട് 1 വർഷം. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ 10-12 വർഷം. അത് കഴിഞ്ഞ് അങ്ങ് പോയി വീട്ടിൽ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് 1 വർഷം. എന്നെ ഇവിടെ വിട്ടേച്ചാൽ മതി, ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ വരണ്ട. ആരാ വന്നത് കൂട്ടിക്കൊണ്ടുപോവാൻ? മകളാ വന്നത് കൊണ്ടുപോകാൻ വരണ്ട, ഞാനിവിടെ നിന്നോളാം. ഇവിടെ ഇഷ്ടായോ? നേരത്തെ 10-12 വർഷം ഇവിടെ നിന്ന് എല്ലാവരുമായിട്ട് വലിയ പരിചയമൊക്കെ ആയി ഒക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഇവരെയൊക്കെ കാണാൻ ഓർമ്മയായോ? അങ്ങനെ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു? ഇവിടെ തിരിച്ചു വന്നു. തന്നെ വന്നു. ആരോടും പറയാതെ ഇറങ്ങി വന്നോ? അല്ല, പറഞ്ഞ് ഞാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞു. അവരാരും വന്നില്ല കൂടെ. പോന്നതിന് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വന്നില്ല. ഇവിടേക്ക് അമ്മൂമ്മ വരുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ? അങ്ങനെ തന്നെ ഇങ്ങനെ പോന്നു. മക്കളൊക്കെ ഉണ്ട്, 4 പേരുണ്ട്. 2 ആണും 2 പെണ്ണും. എല്ലാത്തിനും കെട്ടി അവർക്ക് മക്കളായി അങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ല, അവർക്ക് എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്കും മക്കൾക്കും സാറിനും എല്ലാം ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. ഞാൻ തന്നെ വന്നെങ്കിലും തന്നെ വന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് സങ്കടമായിരുന്നു. ഇപ്പൊ വലിയ ഇഷ്ടമാണ്. ബാഗൊക്കെ തയ്ക്കും, നൂലൊക്കെ മേടിച്ചോണ്ട് തരാന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ടുവന്ന് ഞാനൊരു തൊപ്പി തയ്ച്ചോണ്ടിരിക്കുമായിരുന്നു തിണ്ണയില്. സൂപ്രണ്ടിന്റെ കുഞ്ഞിന് ഒക്കെ ചെയ്യും. ചുമ്മാ ഇരിക്കുന്ന നേരത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ? എല്ലാം ചെയ്യും. ബാഗുകളെ ചവിട്ടി തറ നമ്മുടെ വാതക്കലിടുന്നത് ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യും. മോളെ പേരെന്താ? പാർവതി ഇവിടെ എത്ര നാളായി? അറിയില്ല. പഠിക്കുവാണോ മോള്? സ്കൂളിൽ അവിടെ പഠിക്കുവാണോ അല്ലേ? കൊറേ ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? ഫ്രണ്ടിന്റെ പേരെന്താ? ലക്ഷ്മി ഇവിടെ ഉണ്ടോ? അതാണോ ലക്ഷ്മി? അല്ല, അനിയത്തിയാണോ? ലക്ഷ്മിനെ കാണിച്ചു തരുമോ? ചേച്ചിക്ക് കാണിച്ചു തരുമോ? ലക്ഷ്മിനെ കാണിച്ചു തരാമോന്ന്? കാണിച്ചു തരുമോ? കാണണ്ടേ? ചേച്ചിക്ക് കാണിച്ചു തരുമോ? പ്രതിയുടെ അനിയത്തിയല്ലേ? എന്താ പേര് മോളുടെ? ദേവിക ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ശൈല ടീച്ചറിന്റെ ക്ലാസ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ആണോ? അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ടിന്റെ പേരെന്താ? ഹരിമ. അവരൊക്കെ ഇവിടെ ഉള്ള ഫ്രണ്ട്സ് ആരാ? കാണിച്ചു തരുമോ? ഇപ്പൊ നമുക്ക് അവിടെ ഒക്കെ പോകുമ്പോ കാണിച്ചു തരണേ. അമ്മമ്മയുടെ പേരെന്താ? വിജയമ്മ. അമ്മമ്മ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? 1 മാസമായി. അമ്മമ്മയുടെ വീട് എവിടെയാ? വെള്ളനാട്. അവിടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ? ഇവിടെ ഇപ്പൊ ഒരുപാട് ആൾക്കാരായില്ലേ? ഒരുപാട് ആളുകളായി. എല്ലാരുമായിട്ട് നല്ല ഹാപ്പി തന്നെ, സന്തോഷം തന്നെ.
ശാന്തി ഭവനിലെ ആൾക്കാർക്കുള്ള ഫാർമസി ആണല്ലേ ഇത്? അപ്പൊ ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സൂസൻ തോമസ് എന്നാണ്. ഞാൻ വന്നിട്ട് 21 വർഷം കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജനറൽ സൂപ്രണ്ടാണ്. പിന്നെ 42 പേരോളം നേഴ്സുമാർ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് സ്റ്റാഫുകളും ഉണ്ട്. അതുപോലെ തന്നെ 52 പേര്. അങ്ങനെ നല്ല ഇവരുടെ സേവനം നല്ലൊരു പ്രവർത്തനമാണ്. അതുപോലെ നോക്കിയെങ്കിലേ പറ്റൂ. എല്ലാം കിടപ്പ് രോഗികളാണ്. അവരെ കുളിപ്പിക്കണം, അവരുടെ ഡയപ്പർ മാറണം, അവരുടെ നഖം വെട്ടിക്കൊടുക്കണം, മുടി വെട്ടാനൊക്കെ ആളുണ്ട്. എങ്കിലും കൂടുതലും ബെഡിഡം പേഷ്യൻ്റാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൽ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്? ഇതിനകത്താണെങ്കിൽ ഓൾഡ് ഏജ് ഉണ്ട്, പാലേറ്റീവ് ഉണ്ട്, പിന്നെ ഇച്ചിരി നോർമൽ അല്ലാത്തവരും ഉണ്ട്. കാര്യം വലിയ വയലൻസി ഒന്നുമില്ല. കാര്യം അവർ നമ്മളെല്ലാം മെഡിസിനും അതാത് 3 നേരം കൊടുക്കുകയും ഇവിടെ ഡോക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. സ്റ്റാഫുകളുടെയൊക്കെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അവർ തന്നെയാണോ ഇവർക്ക് ആവശ്യമുള്ള മരുന്നൊക്കെ ഓരോ സമയത്ത് ഡോക്ടേഴ്സ് വന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതും, അവരതനുസരിച്ച് കൊടുക്കും. കൃത്യമായിട്ട് ഓരോ ആൾക്കാരെയും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു. പേര് മാലതി. അപ്പം അമ്മ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴ ജില്ല അരിപ്പാട് നിൽക്കുന്നപ്പോഴേ പഞ്ചായത്തിലുള്ളതാണ്. എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് സാവു സാറാണ്. കൊണ്ടുവന്ന് ഈ സാറിൻ്റെ കൊണ്ട് നേപ്പിക്കും. ആ സിസ്റ്ററാണ് എന്നെ സംരക്ഷിക്കുന്നത്. എനിക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റർ കൊണ്ട് തരും. ഉച്ചക്കലത്തേക്കും വൈകിട്ടത്തേക്കുള്ള ആഹാരങ്ങൾ എടുത്തേക്ക് തന്നിട്ടുണ്ട്. ഇനി സിസ്റ്റർ പോകുന്നിടം വരെ എന്നെ നോക്കും, കാണും. അങ്ങനെ സന്തോഷക്കുറവൊന്നുമില്ല. അങ്ങനെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരച്ചിലാവരും. സാരില്ല, ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പം എല്ലാവരും ഉണ്ട്. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് ശൈലജ. ശൈലജ. എവിടുന്നാ വരുന്ന സ്ഥലം? സ്ഥലം എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ചെമ്പഴന്തി നാരായണഗുരു സ്വാമി ജനിച്ച സ്ഥലം. അറിയാം. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അവിടെ ഉള്ളതാ ഞാൻ. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഈ ഡിസംബർ 6 ആകുമ്പോൾ 4 വർഷമാകും. വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ എനിക്ക് മക്കളൊന്നുമില്ല, ഭർത്താവില്ല, മരിച്ചുപോയി. അവിടെ വീടില്ല, അത്ര വെള്ളം കയറിയതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടിഞ്ഞ് പോകുന്നു. പാട്ടൊക്കെ പാടുന്ന ആരൊക്കെയോ പറഞ്ഞു കേട്ടല്ലോ. പാട്ട് പാടും. ഒരു പാട്ട് പാടി തരുമോ? സൂപ്പർ പാട്ടുണ്ട്. സൂപ്പർ പാട്ടുണ്ടാ? പാട്. പാടട്ടെ? കരളേ കരളിൻ്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ ഒന്ന് കിണുങ്ങാതെ. ഞാനില്ല നിന്നോടെ കൂടാൻ, ഞാനില്ല നിന്നോടെ കേൾക്കാൻ. അങ്ങനെ നീ കരയാതെടി കുറുമ്പി, നിന്റെ സ്നേഹിതയാണു ഞാൻ. കരളേ കരളിൻ്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ. അടിപൊളി. കൊള്ളാലോ, അടിപൊളിയായിട്ട് പാടിയില്ലേ? സൂപ്പർ പാട്ടല്ലേ? ഇനി ഒരു പാട്ട് കൂടെ പാടുന്നു. ഓ, പാടിക്കോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ കാന്തി ഭവനുണ്ട്. എവിടേക്കു പോയി നീ, എവിടെ നിന്നു വന്നു നീ, എവിടേക്കു പോയി നീ,
എവിടെ നിന്നു വന്നു നീ വിളക്കുമരമേ, വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ? പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ കാന്തിഭവനുണ്ട്. അമ്മയുടെ പേരെന്താ? ഔസത്ത് ബീവി. ഔസത്ത് ബീവി. ഔസത്ത് ബീവി ഭയങ്കര എനർജറ്റിക് ആണല്ലോ. ആന്ന് പിന്നെ അല്ലേ? ആന്ന്. ആ ഇനിയും ആവും. ഇനിയും ആവും. ആവും. മാറത്തില്ല. അതാണ് ഈ ബിൽഡിങ് മൊത്തത്തിൽ ഞാൻ എടുക്കും. എടുത്തിട്ട് എൻ്റെ അമ്മച്ചിക്ക് കൊടുക്കും. ആണോ? അമ്മച്ചി അത്ര ഇഷ്ടമാണോ? എനിക്ക് അമ്മച്ചിയുടെ സ്നേഹം, വേറെ ആരോടും എനിക്ക് സ്നേഹമില്ല. അമ്മച്ചി അങ്ങനെ തന്നെ കഴുകുന്നത്. എന്തുണ്ടെങ്കിലും എനിക്ക് തന്നിട്ട് ആരെയും കൊടുക്കും. അതല്ല, ഈ ബിൽഡിംഗ് ഇല്ലേ, ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുമ്പോ ഞാനുണ്ട്. ഞാനാ ഉദ്ഘാടനം ചെയ്തതല്ലേ? ആണോ? യൂസഫ് അലി സാറിന്റെ കൂടെ ആന്ന്. വലിയ ആളാണ്. വലിയ ആള് തന്നെ. ഇപ്പം വരുമല്ലോ സാറ്, യൂസുഫ് സാറ് വരും. അന്നേരം ഞാനിവിടെ കുത്തിയിരിക്കും. അന്നേരം പറയാം, എന്നാ മക്കൾ പാടൂലെന്ന് ചോദിക്കും. പാടുമെന്ന് പറയും. ഒരു പാട്ട് പാടണം. ഞാൻ പാടി കൊടുക്കുകയും ചെയ്യും. ഒരു പാട്ട് പാടിത്തരും എനിക്ക്. പിന്നെന്ത്? അപ്പൊ പാട്. കരയാനും പറയാനും മാനം തുറന്നിറങ്ങാനും നീയല്ലാതാനുണ്ട് കോനെ, നിന്റെ കരളിനൊരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയല്ലേ എൻ്റെ തമ്പൂരാനെ. എല്ലാ വഴി കേറും കെട്ട് വെത്തു നിന്നെ നടക്കുന്നു, പൊന്നാര മുത്തു നബി മുഹയ്യദ്ദീൻ കാക്കുന്നു. പെരിയോനെ വലിയോനെ കാത്തു രക്ഷീര്, ഞങ്ങളെ കാത്തു രക്ഷീര്. എന്റെ അമ്മച്ചി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്റെ അമ്മച്ചിയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അമ്മച്ചിയുടെ പേര് പറഞ്ഞോ? അമ്മച്ചിയുടെ പേര് അറിഞ്ഞില്ലമ്മ. അറിയത്തില്ല. അമ്മച്ചി പറഞ്ഞതാണ്. ആ ഇവിടുത്തെ ഇവിടുത്തെ ഇതാണോ അമ്മച്ചി? എന്റെ അമ്മച്ചി, എന്റെ പെറ്റമ്മച്ചി. ഈ അമ്മച്ചി അത്ര വലിയ ഇഷ്ടമാണോ? എനിക്കൊരിക്കലും ഇഷ്ടം. ബാക്കിയുള്ളവർ തള്ളിക്കളഞ്ഞാലും ഞാൻ തള്ളിക്കളയത്തില്ല. ഭരിക്കുന്നവരോ എന്റെ അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ കാണും. ആന്ന്. സാറിന്റെ ഭാര്യ ആന്ന്. അത് ഉണ്ട്. തുണി തരുന്നതും പ്രസന്നമ്മ. അതാരായി പ്രസന്നമ്മ? അമ്മച്ചിക്കുള്ള സാറാ? അല്ല, സോമരാജൻ സാറിന്റെ, ഇതിന്റെ ഇവിടുത്തെ സാവാന്റെ സെക്രട്ടറിയുടെ ഭാര്യ. അതെ അതെ. എല്ലാം തരും. നിങ്ങൾ ആയുസിനെ നീട്ടിക്കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതല്ലേ? ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് വേണുഗോപാൽ. ഇവിടെ ഈ ലാബിൽ ലാബ് ടെക്നീഷ്യനായിട്ട്. അപ്പോൾ ഈ ലാബ് ടെക്നീഷ്യനായിട്ട് ഇവിടെ എത്ര കാലമായി? ഇപ്പോൾ ഇത് 7 വർഷമാകുന്നു. 7 വർഷമാകുന്നു. ഈ ഗാന്ധി ഭവന്റെ ഭാഗമായിട്ടല്ലേ? ഇവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ട് ഒക്കെ ഒന്ന് പറയോ? താമസക്കാരും എല്ലാം നല്ല ആൾക്കാരാണ്. ഒരു കുഴപ്പമില്ല, എല്ലാവരും സന്തോഷത്തിലാണ്. ചേട്ടൻ മലയാളം? മലയാളം അറിയാം. എവിടുന്നാ അപ്പോൾ വരുന്നത്? എൻ്റെ വീട് കായംകുളത്തിന് വടക്കേ ഊര്. നേരത്തെ ഞാൻ പക്ഷേ ഇവിടെ മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്നു, ഡൽഹി ഹോസ്പിറ്റലായിരുന്നു. അവിടെ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ വരും. ഇവിടുത്തെ താമസക്കാരുടെ ഉള്ളതായിട്ടുള്ള ടെസ്റ്റ് എല്ലാം നൽകും. വരുമ്പോൾ ഒരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ടെസ്റ്റുകൾ എല്ലാം ചെയ്യും. സ്ക്രീൻ ടെസ്റ്റ് മൊത്തം ചെയ്യും. അതിനുശേഷം നമ്മുടെ ഡോക്ടർമാരുണ്ട്, അവർ ആ റിപ്പോർട്ട് നോക്കിയതിന് ശേഷം മുമ്പോട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ബാക്കി എന്ത് ചികിത്സ തീരുമാനിക്കും. ും
നിന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനം. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. വേറെല്ലാം ഓതുമൊഴിയും ഓർക്കൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മനസ്സ ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം.